തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രമടക്കമുള്ള തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഒരേ സമയം 10,000-ഓളം ആളുകൾക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളാണ് ജില്ലയിലെമ്പാടുമായി സജ്ജീകരിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ 1000-ലധികം ജീവനക്കാരെ ചടങ്ങുകൾക്കായി നിയോഗിച്ചിരുന്നു. പ്രാദേശിക തലത്തിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ബലിതർപ്പണം നടന്നു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പ്രജിത് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 2 മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ ഇടവേളകളില്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുള്ള തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലും സജീവമായി തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ ഉള്ള അതേ തിരക്ക് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഏതാണ്ട് 2:30 മുതൽ ഇടവേളകളില്ലാതെ ഈ ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ തവണ 3500 പേർക്ക് ഇവിടെ ദർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ബലിതർപ്പണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഐതിഹ്യവും പാരമ്പര്യവും എന്ന ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകളെ വിശ്വാസ സമൂഹം കാണുന്നത്. തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോൾ മറ്റ് പ്രധാന കേന്ദ്രങ്ങളായ ശംഖുമുഖം, വർക്കല, പാപനാശം, അതുപോലെ തന്നെ അരുവിക്കര എന്നിവിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപക്ഷെ കുറേ ക്ഷേത്രങ്ങളിലെങ്കിലും ഇപ്പോൾ ഈ തിരക്കുകളൊന്നും കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ വൈകുന്നേരം വരെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ സമയം നൽകിയിട്ടുണ്ട്, അതിനുള്ള അവസരം നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടരുന്നുണ്ട്. ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി വീടുകളിലേക്ക് പോകാൻ മടങ്ങുന്നവരുടെയും തിരക്ക് റോഡുകളിലുണ്ട്. അങ്ങനെ വളരെ സജീവമായി തന്നെ ഈ ദിവസം ഈ ബലിതർപ്പണ ചടങ്ങുകൾ തുടരുകയാണ്. തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ സുരക്ഷാ സംവിധാനവും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ പൂർണ്ണമായും ഈ ചടങ്ങുകൾക്കൊരു അവസാനം ഉണ്ടാകും. എന്തായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ്, വലിയ വിശ്വാസ പങ്കാളിത്തം തന്നെയാണ് ഈ ബലിതർപ്പണ ചടങ്ങുകളിൽ നാടൊട്ടൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വളരെ സജീവമായി തന്നെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.